السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. ما بعد. جمع قصر പാർട്ട് 13. മുന്തിച്ച് ജംആക്കാനുള്ള നിബന്ധനകളാണ് ഇനി പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ നിബന്ധന തർത്തീബാണ്, ക്രമമായിട്ട് ചെയ്യണം. അൽ ബദാഅത്തു ബിൽ ഊല, ഒന്നാം നമസ്കാരം കൊണ്ട് ആരംഭിക്കലാണ് മുന്തിച്ച് ജമാക്കുമ്പോ. ലി അന്നൽ വഖ്ത ലഹ, കാരണം സമയം ഈ ഒന്നാമത്തെ നമസ്കാരത്തിൻ്റെതാണ്. വസാനിയത്തു തബഉൽ ലഹ, രണ്ടാമത്തെ നമസ്കാരം ഈ ഒന്നാമത്തെ നമസ്കാരത്തിനോട് പിന്തുടർന്നതാണ്. വത്താബിഉ ലാ യതഖദ്ദമു അലാ മത്ബൂഇഹി എന്നാണല്ലോ നിയമം. ഒരു പിന്തുടരുന്നവൻ ആരെയാണോ പിന്തുടരപ്പെടുന്നത് അവനേക്കാൾ മുന്തരുത് എന്നാണ്. ഫലോ സല്ലാഹുമാ മുബ്തദിഅൻ ബിസാനിയത്തി, അപ്പോ ഈ രണ്ട് നമസ്കാരത്തെ അവൻ നിർവഹിച്ചു രണ്ടാമത്തത് കൊണ്ട് ആരംഭിച്ചവനായിട്ട്. ളുഹറിനെയും അസറിനെയും അവൻ മുന്തിച്ച് ജമാക്കുമ്പോ അവൻ അസർ കൊണ്ടാണ് ആരംഭിച്ചതെങ്കിൽ ഫഹിയ ബാത്തിലത്തുൻ, ആ നമസ്കാരം ബാത്തിലത്താണ്, അത് ശരിയായിട്ടില്ല. വലഹുൽ ജമ്മു, അവനക്ക് വീണ്ടും ജമാക്കാം. ആദ്യം ളുഹർ നിസ്കരിച്ച് പിന്നെ അതിലേക്ക് അസറിനെ ജമാക്കിയിട്ട് നിസ്കരിക്കാം. ഔ ബിൽ ഊല, ഇനി ഒന്നാമത്തത് കൊണ്ട് തന്നെയാണ് അവൻ ആരംഭിച്ചത്, ളുഹർ കൊണ്ട് തന്നെ ഉദാഹരണമായി ആരംഭിച്ചത്. ഫബാന ഫസാദുഹ, ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷമായി ഈ ഒന്നാമത്തെ നമസ്കാരം ഫാസിദാണ് എന്ന കാര്യം വ്യക്തമാവുകയും ചെയ്താൽ ഫസദത്തി സാനിയത്തു, അപ്പൊ രണ്ടാമത്തെ നമസ്കാരവും ഇവിടെ ഫാസിദായിട്ടുണ്ട്. കാരണം ഒന്നാമത്തത് ശരിയായ വിധത്തിലാവുമ്പോഴാണ് അതേ തുടർന്ന് നിസ്കരിക്കുന്ന രണ്ടാമത്തതും ശരിയാവുകയുള്ളൂ. ഐ ലം തഖഅ അൻ ഫർളിഹി, ഈ രണ്ടാമത്തെ നമസ്കാരം ഓന്റെ ഫർളിനെ തൊട്ട് സംഭവിച്ചിട്ടില്ല. ലി ഫവാത്തി ഷർത്തി, കാരണം ഇവിടെ ഷർത്ത് നഷ്ടപ്പെട്ടു. അമ്മാ വുഖൂഉഹാ ലഹു നഫ്ലൻ മുത്ലഖൻ, അപ്പോ അവൻക്കതൊരു പൊതു സുന്നത്തായിട്ട് സംഭവിക്കൽ ഫല റൈബ ഫീഹി, അത് സംശയമില്ല. കാരണം ഇത് ഒന്നാമത്തത് ഫാസിദായത് കൊണ്ടാണല്ലോ രണ്ടാമത്തതും ഇവിടെ ഫാസിദാകണത്. ഫർള് എന്നുള്ള നിലക്ക് ഓന്റെ ബാധ്യത അതുകൊണ്ട് കൂടൂല. പക്ഷെ ഒരു സുന്നത്തായിട്ട് സംഭവിക്കുന്നതിൽ സംശയമില്ല. ലി ഉദ്രിഹി, അവനക്ക് ഉദ്റുണ്ട്. കമാലോ അഹറമ ബിൽ ളുഹ്രി ഖബ്ലൽ വഖ്തി ജാഹിലൻ ബിൽ വഖ്തി, ഏത് പ്രകാരം തന്നെ സമയം കൊണ്ട് അറിയാത്ത ഒരാള് സമയത്തിന്റെ മുമ്പായിട്ട് ളുഹ്ർ കൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്താൽ ആ നമസ്കാരം സഹീ അല്ലെങ്കിലും ഒരു നഫിൽ മുത്ലഖായിട്ട് അത് കെട്ടുപോടും സംഭവിക്കും എന്നാണ്. നഫിൽ മുത്ലഖായിട്ട് സംഭവിക്കും എന്ന് പറഞ്ഞത് മഹല്ലുഹു ഹൈസു ലം യകുൻ അലൈഹി ഫർളുൻ മിസ്ലുഹു, അവന്റെ മേൽ ഇതുപോലെയുള്ള വേറൊരു ഫർദ്, ഉദാഹരണം ഒരു അസർ ഓന്റെ മേൽ നഷ്ടപ്പെട്ടതായിട്ട് ഉണ്ട്, അങ്ങനെ ഒരു ഫർദ് ഇല്ലാത്തപ്പോ ഇല്ല, അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഒരു ഫർദ് അവന്റെ മേലുണ്ടെങ്കിൽ വഖഅ അൻഹു, ആ ഫർദിനെ തൊട്ട് ഇത് സംഭവിക്കും. വമഹല്ലു വുഖൂഇഹി നഫ്ലൻ അയ്ളാ, ഇത് നഫ്ൽ മുത്ലഖായിട്ട് സംഭവിക്കും എന്ന് പറഞ്ഞതിന്റെ സന്ദർഭം ഹൈസു ഇസ്തമറ ജഹ്ലുഹു ഇലൽ ഫറാഗി മിൻഹാ, ആ രണ്ടാമത്തതിൽ നിന്ന് വിരമിക്കുന്നത് വരെ ഓന്റെ ഈ ഒന്നാമത്തത് ഫാസിദായിട്ടുണ്ട് എന്ന ആ അറിവില്ലായ്മ സ്ഥിരമായി നിലകൊള്ളണം. ഇല്ല, അതിന്റെ ഇടയിൽ രണ്ടാമത്തത് പൂർത്തിയാവുന്നതിന് മുമ്പായിട്ട് തന്നെ ഒന്നാമത്തത് ഫാസിദായി എന്ന കാര്യം അറിഞ്ഞാലോ മുത്തലത്ത്, അപ്പൊ പിന്നെ നിസ്കാരം ബാത്തിലാണ്, നഫിൽ മുത്തലക്കായിട്ടും കെട്ടുകൊടുകയില്ല. തുഹ്ഫ ഷെർവാനി സഹിതം 2395, ബുഷ്റൽ കരീം 1/140.
ബുഷ്റൽ കരീമിന്റെ ഉദ്ധരണി ഇങ്ങനെയാണ്: ഫൈൻ ഖദ്ദമ സാനിയത്ത ബത്തലത്ത്, രണ്ടാമത്തെ നമസ്കാരത്തെ ഓൻ ആദ്യം നിർവഹിച്ചാൽ ബത്തലത്ത്, ആ നമസ്കാരം ബാത്തിലാകും. ഇൻ അലിമ വ തഅമ്മദ, ഓ അറിഞ്ഞ് മനഃപൂർവ്വമാണ് അങ്ങനെ ചെയ്തതെങ്കിൽ. വ ഇല്ല വഖഅത്ത് നഫ്ല മുത്ലഖ, അങ്ങനെ അറിഞ്ഞിട്ടോ മനഃപൂർവമോ അല്ലെങ്കിൽ അത് പൊതു സുന്നത്തായിട്ട് സംഭവിക്കും. ഇല്ലം തക്കുൻ അലൈഹി ഫായിത്തത്തും മിൻ നൗഇഹ, ഈ നിർവഹിച്ച നമസ്കാരത്തിന്റെ ഗണത്തിൽപ്പെട്ട ഒരു ഫർള് അവന്റെ മേൽ ഇല്ലെങ്കിൽ, അങ്ങനെ ഒരു നഷ്ടപ്പെട്ട ഫർള് ഉണ്ടെങ്കിൽ അതിനെ ഇല്ല വഖഅത്ത് തന്നെ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ തൊട്ട് സംഭവിക്കും. ഖളായി പോയ പല നമസ്കാരം ഉണ്ടെങ്കിൽ അതിനെ തൊട്ട് സംഭവിക്കും. ഫകദാ ബാന ഫസാദുൽ ഊല, പ്രകാരം തന്നെയാണ് ഒന്നാമത്തേത് ഫാസിദാണെന്ന കാര്യം വ്യക്തമായാലും വഖഅത്ത് ലഹു സാനിയത്തു നഫ്ല മുത്ലഖ, അത് രണ്ടാമത്തെ നമസ്കാരം നഫ്ൽ മുത്ലഖായിട്ട് സംഭവിക്കും. വ അൻ ഫർളിൻ ഫായിത്തത്തിൻ അലൈഹി മിൻ നൗഇഹ, ഓന്റെ മേൽ ഇതേ ഇനത്തിൽപ്പെട്ട നഷ്ടപ്പെട്ടു പോയ ഫർദ് ഉണ്ടെങ്കിൽ അതിനെ തൊട്ടും സംഭവിക്കും ഇത്. ബുശ്റുൽ കരീം 1:140. ഇനി മുന്തിച്ച് ജംആക്കാനുള്ള രണ്ടാമത്തെ നിബന്ധന ജംഇനെ കരുതലാണ്. വസാനി നിയത്തുൽ ജംഇ, രണ്ടാമത്തെ നിബന്ധന ജംഇനെ കരുതലാണ്. തമ്മീസൻ ലിത്തഖ്ദീമിൽ മശ്റൂഇ മിൻ ഗൈരിഹി, മുന്തിക്കുക എന്ന ആ നിയമം അത് അല്ലാത്തതിനെ തൊട്ട് വേർതിരിക്കാൻ വേണ്ടിയിട്ട്. ലിതതമയ്യസ അൻ തഖ്ദീമിഹാ സഹ്വൻ ഔ അബസ, ഓന് മറന്നിട്ടോ അതല്ലെങ്കിൽ വെറുതെയോ മുന്തിച്ച് നിസ്കരിക്കുകയാണ് എന്നതിനെ തൊട്ടൊന്ന് വേർതിരിയണം. അതിന് ഈ മുന്തിച്ച് ജംആക്കാം എന്ന ആ നിയമം അനുസരിച്ചാണ് ജംആക്കുന്നത് എന്ന കാര്യം വേർതിരിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കരുതണം എന്ന് പറയുന്നത്. മഹല്ലുഹൽ അസ്ലിയു, ഇങ്ങനെ മുന്തിച്ച് ജംആക്കേണ്ട അസ്ലിയായ യഥാർത്ഥ സ്ഥലം അവലുൽ ഊല, ഒന്നാം നമസ്കാരത്തിന്റെ ആദ്യമാണ്. കസാഇരിൽ മൻവിയാത്ത്, മറ്റു കരുതപ്പെടേണ്ട കാര്യങ്ങളൊക്കെ കരുതേണ്ടത് ആദ്യത്തിലാണല്ലോ. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അതിനോട് അന്വരിച്ചാണല്ലോ. വമിൻ സമ്മ കാന ഹുവൽ അഫ്ളല, അസ്ലിയായ മഹല്ല് അതായതുകൊണ്ട് ആ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് അതിനോട് അന്വരിച്ചു കൊണ്ടുവരലാണ് ഏറ്റവും അഫ്ളൽ. ഫലാ യക്ഫി തഖ്ദീമുഹാ അലൈഹി ഇത്തിഫാഖൻ, അപ്പൊ ഈ ഒന്നാം നമസ്കാരത്തിന്റെ ആദ്യത്തേക്കാൾ ആദ്യം എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം, അതിനേക്കാൾ ഈ ജംഇനെ കരുതൽ മുന്തിക്കൽ മതിയാകൂല. ഇത്തിഫാഖൻ, അവിടെ ഇമാമുകൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ യജൂസു ഫി അസ്നാഇഹ, ഈ ഒന്നാം നമസ്കാരത്തിന്റെ ഇടയിൽ ആ നിയ്യത്ത്, ആ കരുതല് ജായിസാണ്. വ മഅ തഹല്ലുലിഹ, അതിൽ നിന്ന് സലാം വീട്ടലോട് കൂടെയും ജായിസാണ്. വലോ ലാക്കിൻ ആ സുന്നത്തു മഅ തഹറുമി, പക്ഷെ സുന്നത്ത് തക്ബീറത്തുൽ ഇഹ്റാമിനോട് കൂടെയാണ്. ഖുറൂജൻ മിൻ ഖൗലി ശാഫിഈ, ഇമാം ഷാഫിഈ തങ്ങൾക്കുള്ള ഒരു ഖൗലുണ്ട്, തക്ബീറത്തുൽ ഇഹ്റാമിനോട് കൂടെ ആയെങ്കിലേ പറ്റൂ, അല്ലെങ്കിൽ പറ്റുകയില്ല എന്ന്. അതിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി വമിൻ ഖിലാഫിൽ ഹനാബിലത്തി, ഹംബലി മദ്ഹബുകാരുടെ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നും പുറപ്പെടാൻ വേണ്ടി അവരും പറയുന്നത് തക്ബീറത്തുൽ ഇഹ്റാമിനോട് കൂടെ തന്നെ വേണം എന്നാണ്. ഇങ്ങനെ ഈ നിയ്യത്ത് ചെയ്തത് വലോ ബഅദ നിയ്യത്തി ഫിഇലിഹി സുമ്മ തറക്കഹു, അതിനെ ചെയ്യലിനോ കരുതിയ ശേഷമാണ്, പിന്നെ ഓൻ ഒഴിവാക്കി. ഓനതിന് ചെയ്യലിനെ കരുതി പിന്നെ അത് വേണ്ടാന്ന് വെച്ചു, എന്നിട്ട് രണ്ടാമത് കരുതുകയാണെങ്കിലും ഈ സലാമിന്റെ മുമ്പോടോ കൂടെയോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ വെച്ചിട്ടോ ആവണം.
ഏതുപോലെ കമാലോ നവൽ ജം ഒരാള് ജംഇനെ കരുതി സുമ്മ നവാ തർക്കവു പിന്നെ ഓൻ അതിനെ ഒഴിവാക്കണം ജമ്മാക്കണില്ല എന്നാണ് കരുതി സുമ്മ നവാഹു പിന്നെ ഓൻ അതിനെ വീണ്ടും ജമ്മാക്കലിനെ കരുതിയായി ഖബില ഖുറൂജി മിനൽ ഊല ഫിൽ ജമിയ ഈ സൂറത്തിലൊക്കെ ഒന്നാം നമസ്കാരത്തിൽ നിന്ന് പുറപ്പെടുന്നതിന്റെ മുമ്പായിട്ട് സലാം വീട്ടുന്നതിനോട് കൂടെയെങ്കിലും അങ്ങനെ കരുതിയാൽ അത് മതി ഫിൽ അദ്ഹരി അതിന്റെ വഖത്ത് അവശേഷിക്കുന്നുണ്ട്. ഇങ്ങനെ നിയ്യത്ത് ചെയ്യാനുള്ള സമയം സലാം വീട്ടുന്നത് വരെ ഉണ്ടല്ലോ. അതുകൊണ്ട് വേണ്ട എന്ന് വെച്ചിട്ട് ഒരിക്കൽ കരുതി പിന്നെ വേണ്ട എന്ന് വെച്ചു പിന്നെ കരുതിയാലും സലാം വീട്ടുന്നതിന്റെ മുമ്പായി അല്ലെങ്കിൽ സലാം വീട്ടിലൂടെ കൂടെയെങ്കിലും കരുതിയാൽ പറ്റും, സമയം അവശേഷിക്കുന്നു. ഫിൽ അദ്ഹരി അതാണ് ഇമാം ഷാഫി തങ്ങളുടെ അദ്ഹറായ വീക്ഷണം. വസാനിയില്ല, അവിടെ സാനി പറയുന്നില്ല അങ്ങനെ ഒരിക്കൽ വേണ്ട എന്ന് വെച്ചിട്ട് പിന്നെ വേണമെന്ന് വെക്കല് പറ്റൂല എന്നാണ്. കൽ ഖസ്രി, ഖസ്ർ അങ്ങനെ ഏതായാലും പറ്റൂല. ആദ്യം ഖസ്റിനെ കരുതി പിന്നെ ഖസ്ർ ആക്കണില്ല എന്ന് കരുതിയാൽ പിന്നെ ഖസ്റാക്കല് പറ്റൂല എന്നാ. അതുപോലെ തന്നെ ഖസ്ർ തക്ബീറത്തുൽ ഇഹ്റാമിനോട് കൂടെ തന്നെ കരുതുകയും വേണം, അതിന്റെ ശേഷമായ പോലെയാണ്. തുഹ്ഫ 2/395-96 വഫാറഖൽ ഖസ്റ ജംഅ് ഖസ്റിനോട് വേർപിരിഞ്ഞു. ഐ ഹൈസു ഉസ്തുരിതത്ത് നിയ്യത്തുഹു ഇൻദ തഹറുമി ഖസ്റിനെ കരുതൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് തന്നെ വേണം എന്നുള്ളത് ഷർത്താണ്. ജംഇന് അത് ഷർത്തില്ല. തമ്മിൽ ഫർക്ക് ബിഖിലാഫിൽ ജംഇ ജംഇന് എതിരുകൊണ്ട് ജംഇന് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് തന്നെ വേണം എന്ന ഷർത്തില്ല. അവിടെയുള്ള വ്യത്യാസം ബി അന്നഹു യൽസമു മിൻ തഅഖുരി നിയ്യതിഹി അനിൽ ഇഹ്റാമി ഈ ഖസ്റിനെ കരുതൽ തക്ബീറത്തുൽ ഇഹ്റാമിനെ തൊട്ട് പിന്തുമ്പോൾ അതിനെ തുടർന്ന് ലാസിമായി വരുന്നു തഅദ്ദി ജുസ്ഇൻ അല തമാമി ഈ നിസ്കാരത്തിന്റെ ഒരു അല്പം പൂർണ്ണമായ നിലക്ക് വീട്ടൽ വരുന്നു. ഖസ്റാക്കുമ്പോ അവിടെയുള്ള ഒരു നിബന്ധന ആ നിസ്കാരം ഒരു അല്പമെങ്കിലും താമായ രീതിയിൽ നിർവഹിക്കാൻ പാടില്ല. താമായി നിർവഹിക്കുന്നു എന്ന നീയത്തിൽ അല്പമെങ്കിലും വരാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധനയുണ്ട്. അങ്ങനെ വരുന്നു. അതുകൊണ്ട് ഖസ്റിനെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കൂടെ തന്നെ കരുതണം. ആ സമയത്ത് കരുതാതെ ശേഷം കരുതുമ്പോൾ കുറച്ചു ഭാഗം ഓൻ പൂർണ്ണമായ, അതായത് ഖസ്റാക്കാതെ പൂർണ്ണമായി നിർവഹിക്കുന്നു എന്ന രീതിയിൽ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് പറ്റാത്തത്. ജമ്മിന്റെ അവിടെ ആ വിഷയം വരുന്നില്ല. ഷർഹ് ബാഫദിൽ ഖുർദി സഹിതം 251, തുഹ്ഫ 2396. ഇനി സലാം വീട്ടിയ ശേഷമാണ് ജംഇനെ ഒരാൾ ഒഴിവാക്കുന്നത്. ഓൻ ജമ്മാക്കാൻ സലാം വീട്ടുമ്പോ കരുതിയിരുന്നു, അല്ലെങ്കിൽ സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് കരുതിയിരുന്നു. പക്ഷെ പിന്നെ സലാം വീട്ടിയ ശേഷം ജമ്മിനെ വേണ്ടാന്ന് ഓൻ വെച്ചു. വലോ നവാ തർക്കഹു ബഅദ തഹല്ലുലി സലാം വീട്ടിയ ശേഷം ഒരാൾ ജംഇനെ ഒഴിവാക്കലിനെ കരുതി. ഐ മഅ വുജൂദി നിയ്യതിഹി മഅ തഹല്ലുലി ഔ ഖബ്ലഹു അത് സലാം വീട്ടലോട് കൂടെയോ അതിന്റെ മുമ്പോ ഓന്റെ വക്കൽ നിന്ന് ജമ്മിനെ കരുതൽ ഉണ്ടായിട്ടുണ്ട്. ശേഷമാണ് സലാം വീട്ടിയ ശേഷം ഒഴിവാക്കലിനെ കരുതുന്നത്. വലോഫി അസ്നാഇ സാനിയത്തി അത് രണ്ടാം നമസ്കാരത്തിൽ പ്രവേശിച്ച് ആ നമസ്കാരത്തിന്റെ ഇടയിലാണെങ്കിൽ പോലും സുമ്മ അറാദഹു പിന്നെ ഓൻ അതിനെ കരുതി ജമ്മാക്കുക എന്നാണ് ഉദ്ദേശിച്ചു. വലോ ഫൗറൻ അത് വേഗത്തിലാണെങ്കിലും ശരി ലം യുജിസി അത് മതിയാവുകയില്ല. കമാ ബയ്യന്തുഹു ഫി ശറഇൽ ഉബാബി ശറഇൽ ഉബാബിൽ ഞാൻ അങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട്. വമിൻഹു അതിൽപ്പെട്ടതാണ് അന്ന വഖ്തൻ നിയ്യത്തി ഇൻഖളാ നിയ്യത്തിന്റെ സമയം കഴിഞ്ഞുപോയി. എന്നാൽ ഫലം യുഫിദിൽ ഔദു ഇലൈഹ ഷൈഅൻ
അതിലേക്ക് മടങ്ങൽ അത് ഒന്നിനെയും ഫായിദ വെപ്പിക്കൂല. ഇല്ല അങ്ങനെ ഈ തഹല്ലുലിന് ശേഷം സലാം വീട്ടിയ ശേഷം ഒഴിവാക്കലിനെ കരുതിയിട്ട് വീണ്ടും പിന്നെ ജമ്മിനെ കരുതിയാൽ അത് ശരിയാവും എന്ന് വന്നാൽ ലസിമ ഇജ്സാഉഹാ ബഅദ തഹല്ലുലിൽ ഊല. ഒന്നാം നിസ്കാരത്തിന്റെ സലാമിന് ശേഷം നിയ്യത്ത് മതി എന്ന കാര്യം ലാസിമായി വരുമല്ലോ എന്നാണ് തുഹ്ഫ അതിന് ന്യായമായി പറയുന്നത്. തുഹ്ഫ 2 396 397 ഇത് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഷെർവാനിയിൽ ഇതിന് വിരുദ്ധമായ ഒരു നിലപാട് നിഹായ അതുപോലെ മുഗ്നി എന്നിവരെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. വലൗ നവൽ ജംഅ ഖബ്ല സലാമി, സലാം വീട്ടുന്നതിന് മുമ്പ് ജമ്മിനെ ഒരാൾ കരുതി, സുമ്മ ബഅദഹു, പിന്നെ സലാം വീട്ടിയ ശേഷം നവാ തർക്കഹു, ആ ജംഇനെ ഒഴിവാക്കലിനെ ഓൻ കരുതി, സുമ്മ അറാദഹു, പിന്നെ അതിനെ ഉദ്ദേശിച്ചു ജമ്മിനെ, എന്നാൽ ജാസ, അത് ജായിസാണ്, ഇല്ലം യുത്രിൽ ഫസ്ലു ഫീമാ യദ്ഹറു, ഫസ്ല് ദീർഘമായിട്ടില്ലെങ്കില്. ഷെർവാനി 2 396. ഈ വിഷയം ഖുർദി 251 പറയുന്നു. വലോ നവത്തർക്ക ബഅദ തഹല്ലുലി മിനൽ ഊല വലോ ഫി അസ്നാഇ സാനിയത്തി, ഒന്നാം നമസ്കാരത്തിന് സലാം വീട്ടിയ ശേഷം രണ്ടാം നമസ്കാരത്തിൽ പ്രവേശിച്ച ശേഷമാണെങ്കിലും ജംഇനെ ഒഴിവാക്കാൻ കരുതി കഴിഞ്ഞാൽ ഇഅ്തമദ ഫി തുഹ്ഫത്തി വഗൈരിഹ, തുഹ്ഫയിലും തുഹ്ഫ അല്ലാത്ത ഗ്രന്ഥത്തിലും ഇബ്നു ഹജർ തങ്ങൾ പ്രബലമാക്കിയത് അദ്മൽ ഇജ്സാഇ, അത് മതിയാവൂല എന്നതിനെയാണ്. വഖാലഫഹുൽ മുഗ്നി വന്നിഹായത്തു ഹൈസു ലം യുത്രിൽ ഫസ്ലു, ഫസ്ല് ദീർഘമായിട്ടില്ലെങ്കിൽ, ഇങ്ങനെ ഒഴിവാക്കലിനെ കരുതി രണ്ടാമത് ജമ്മിലേക്ക് മടങ്ങലിനെ കരുതുന്നതിന്റെ ഇടയിൽ സമയം ദീർഘമായിട്ടില്ലെങ്കിൽ ഉർഫനുസരിച്ച് നിഹായയും മുഗ്നിയും പറയുന്നു അത് പറ്റും. അങ്ങനെ കരുതിയാൽ മടങ്ങലിനെ കരുതിയാലും പറ്റും എന്നാണ് അവർ പറയുന്നത്. ഖുർദി 251 കാണാം. ഇതേ വിഷയം ബുസ്റൽ കരീമിന്റെ 140 ഉണ്ട്. ഇനി ജംഇനെ തീരെ കരുതേണ്ടതില്ല എന്ന ഒരു വീക്ഷണവും നമ്മുടെ ഇമാമുകൾക്കുണ്ട്. അൽ അംറുസാനി നിയത്തുൽ ജംഇ, മുന്തിച്ച് ജമ്മാക്കുമ്പോഴുള്ള രണ്ടാമത്തെ നിബന്ധന ജംഇനെ കരുതലാണ്. വഹിയ ഷർത്തുൻ ലി സിഹത്തിൽ ജംഇ, ഇത് ജംഇ സഹിഹാകാനുള്ള ഷർത്താണ്. അലൽ മദ്ഹബി, പ്രബല വീക്ഷണം അനുസരിച്ച്. വഖാലൽ മുസ്നിയു വബഅദുൽ അസ്ഹാബി, ഇമാം മുസ്നി തങ്ങളും ഇമാം ഷാഫിഈ തങ്ങളുടെ അസ്ഹാബിൽ ചിലവരും പറയുന്നു, ലാ തുഷ്തർത്തു, ജംഇനെ കരുതൽ ഷർത്താക്കപ്പെടുകയില്ല. ലി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജംആക്കിയിട്ടുണ്ട്. പക്ഷെ വലം യുങ്കൽ, റസൂലുള്ളാഹിനെ തൊട്ട് നക്കൽ ചെയ്യപ്പെട്ടു വന്നിട്ടില്ല, അന്നഹു നവൽ ജംഅ, റസൂലുള്ള ജംഇനെ കരുതി എന്നോ, വലാ അമറ ബിനിയ്യതിഹി, ജംആക്കലിനെ കരുതൽ കൊണ്ട് കൽപ്പിച്ചുവെന്നോ റസൂലുള്ളാഹിനെ തൊട്ട് വന്നിട്ടില്ല. വകാന യജ്മഉ മഅഹു, ഇതോടുകൂടെ തന്നെ റസൂലുള്ളാഹി ജംആക്കലിനെ കരുതൽ കൊണ്ട് കൽപ്പിച്ചിട്ടില്ല എന്നാണല്ലോ ഇപ്പോ പറഞ്ഞത്. വകാന യജ്മഉ മഅഹു മൻ തഖ്ഫ അലൈഹി ഹാദിഹി നിയ്യത്തു, ഈ നിയ്യത്ത് മറഞ്ഞ ഒരുത്തരും റസൂലുള്ളാഹിനോട് കൂടെ ജമ്മാക്കിയിരുന്നു. സഹാബികളിൽ റസൂലുള്ളാഹി ഇങ്ങനെ ജമ്മാക്കുന്നുണ്ട് എന്ന വിവരം അറിയാത്തവരും റസൂലുള്ളാഹിനോട് കൂടെ ജമ്മാക്കി നിർവഹിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ജമ്മാക്കാണെന്ന് റസൂലുള്ളാഹി പിന്നെ ജമ്മാക്കണം എന്നാ നിയ്യത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടാണെങ്കിൽ സഹാബിമാർ അങ്ങനെ ചെയ്യും. എന്നാ റസൂല് ജമ്മാക്കി നിസ്കാരം സലാം വഴി രണ്ടാമത് തുടങ്ങുമ്പോഴേക്കാരും സഹാബികൾ ജമ്മാക്കാന്ന് അറിയുന്നത്. അപ്പോൾ അങ്ങനെ കരുതി നിസ്കരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ കരുതുണ്ടാവാം, നിസ്കരിക്കുന്നുണ്ടാവാം. ഫലോ വജബത്ത്, അപ്പൊ അത് പ്രത്യേകം കരുതൽ നിർബന്ധമായിരുന്നുവെങ്കിൽ ബയ്യനഹ, റസൂലുള്ള അത് വ്യക്തമാക്കുമായിരുന്നു ആ നിയ്യത്തിന്റെ കാര്യം. അത് ഉണ്ടായിട്ടില്ലല്ലോ എന്നാണ് ഇമാം മുസ്നിയും ഇമാം ഷാഫി തങ്ങളുടെ അസ്ഹാബിൽപ്പെട്ട ചിലവരും പറയുന്നത്.
അതുകൊണ്ട് ജംഇനെ കരുതൽ ഷർത്തില്ല എന്നാണ് ഇവരുടെ പക്ഷം. ഷർഹുൽ മുഹദ്ദബ് 4/313. മുന്തിച്ച് ജംആക്കുമ്പോ ആ ജംആക്കുന്നു എന്നത് കരുതേണ്ടത് ഒന്നാം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന ആ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതിനോട് കൂടെയോ അതല്ലെങ്കിൽ നമസ്കാരത്തിൽ പ്രവേശിച്ച് സലാം വീട്ടുന്നതിന്റെ ഉള്ളിലായി എപ്പോഴെങ്കിലും സലാം വീട്ടിലോട് കൂടെയെങ്കിലും അങ്ങനെ കരുതണം എന്നാണല്ലോ നിബന്ധനയായിട്ട് പറഞ്ഞിട്ടുള്ളത്. വഹുനാക ഖൗലുൻ ആഖറു, എന്നാൽ ഇവിടെ വേറൊരു ഖൗലുണ്ട്. ബി അന്നഹ തക്ഫി, ഈ നിയ്യത്ത് മതിയാകും ബഅദ തഹല്ലുലി മിനൽ ഊല, ഒന്നാം നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ശേഷം, വഖബില തഹറുമി ബിസ്സാനിയത്തി, രണ്ടാം നമസ്കാരം കൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതിന്റെ മുമ്പായിട്ടും. വഖവ്വാഹു ഫി ശറഹിൽ മുഹദ്ദബി, ശറഹുൽ മുഹദ്ദബിൽ ഈ വീക്ഷണത്തെ ശക്തിപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. വഫീഹി ഫുസ്ഹത്തുൻ, ഇതിൽ നല്ല വിശാലതയുണ്ട്. ചിലപ്പോഴൊക്കെ അബദ്ധത്തിൽ സലാം വീട്ടുന്നത് വരെയും ഇത് ചെയ്യാൻ മറക്കും. സലാം വീട്ടിയ ശേഷമാണ് ജമ്മിന്റെ കാര്യം അവന്റെ ചിന്തയിൽ വരിക. അപ്പൊ ഈ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അവൻക്ക് ജം ആക്കാം. വഹക്കൽ ഖുറാസാനിയൂന വഗൈറുഹും, ഖുറാസാനി പണ്ഡിതന്മാരും മറ്റു പല പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട് വജ്ഹൻ, ഒരു വീക്ഷണത്തെ, അസ്ഹാബിനെ തൊട്ട്, അന്നഹു യജൂസു ബഅദ തഹല്ലുലി മിനൽ ഊല ഖബിലൽ ഇഹ്റാമി, ഒന്നാമത്തെ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ശേഷം ഖബിലൽ ഇഹ്റാമി ബിസ്സാനിയത്തി, രണ്ടാമത്തത് കൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതിന്റെ മുമ്പായി ഈ ജംഇനെ കരുതൽ മതി, ജായിസാണ്. വഹുവ ഖൗലുൻ ഖറജഹുൽ മുസ്നിയു ലിശ്ശാഫിഈ, ഇമാം ഷാഫിഈ തങ്ങൾക്കുള്ള ഒരു ഖൗലായിട്ട് ഇമാം മുസ്നി പുറപ്പെടുവിച്ചതാണ് ഇത്. വഹുവ ഖവിയ്യുൻ, അത് ശക്തമായതുമാണ്. ശറഹുൽ മുഹദ്ദബ് 4/314 പുതിയ നുസ്ഖ അനുസരിച്ച്. ഈ മുന്തിച്ച് ജം ആക്കുമ്പോൾ ഈ ജംഇനെ കരുതേണ്ട സമയം ഒന്നാം നമസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിനോട് കൂടെയോ സലാം വിട്ടുന്നതിന്റെ ഉള്ളിലായിക്കൊണ്ടോ ആണ്. അങ്ങനെ കാര്യം മറന്നു, ഓന് സലാം വീട്ടിപ്പോയി. ഇനി ചെയ്യാവുന്ന മറ്റൊരു മാർഗം, ഈ നിസ്കരിച്ച നമസ്കാരത്തെ അവനക്ക് മടക്കി നിസ്കരിക്കാൻ പറ്റും ജമാഅത്തായിട്ട്. അങ്ങനെ ജമാഅത്തായിട്ട് മടക്കി നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിലേക്ക് ഇങ്ങനെ ജംഇനെ കരുതാൻ പറ്റുമോ? രണ്ടാമത്തെ ഒരു വീക്ഷണം, സലാം വീട്ടിയ ശേഷവും രണ്ടാമത്തെ നമസ്കാരം കൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതിന് മുമ്പായിട്ട് കരുതിയാൽ മതി എന്നുണ്ട്. അതിനുള്ള അവസരവും ലഭിച്ചില്ല എന്ന് വെക്കുക. അപ്പൊ ഒരാൾക്ക് ഇനി എന്താണ് മാർഗം? ഈ ആദ്യം നിസ്കരിച്ച ളുഹുറിന്, ഉദാഹരണമായി ളുഹുറിനെ ജമാഅത്തായിട്ട് ഒന്നും കൂടി മടക്കൽ അവനക്ക് പറ്റും. അങ്ങനെ മടക്കുമ്പോ അതിലേക്ക് ഈ ജംഇനെ കരുതി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ അവനക്ക് അസറിനെ ഉദാഹരണമായി ജമാക്കാൻ പറ്റുമോ മുന്തിച്ചിട്ട്? അവിടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ലാ തങ്ങളോട് ഇങ്ങനെ ഒരു ചോദ്യം, വസുഇല അൻ മുസാഫിരിൻ, ഒരു യാത്രക്കാരനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു, സല്ലൽ ളുഹറ ഫി വഖതിഹ, ളുഹറിനെ അതിന്റെ വഖത്തിലോ നമസ്കരിച്ചു, സുമ്മ അആദഹ ജമാഅത്തൻ, അപ്പോ ളുഹർ നിസ്കരിച്ചു, പിന്നെ യാത്ര പോകേണ്ട കാര്യം ആലോചിക്കുന്നത്, അപ്പൊ ഇനി അസറിന്റെ സമയത്ത് നിർവഹിക്കാൻ ചിലപ്പോൾ പ്രയാസം വരും അസർ നിസ്കരിക്കാന്. അപ്പോ അവനക്ക് ഇനി ജമാക്കാൻ എന്താ വഴി എന്ന് ആലോചിക്കുമ്പോൾ ഉള്ള ഒരു മാർഗം, അവനോട് ജമാഅത്തായിട്ട് ഇതിനെ മടക്കി ഫഹല്ലഹു ജമ്മുൽ അസ്രി തഖ്ദീമ, അവനക്ക് അസറിനെ മുൻപ് ജമാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഫഅജാബ ബിഖൗലിഹി, ഇബ്നു ഹജർ റഹ്മഹു നൽകിയ മറുപടി ഖദിയത്തു കലാമിഹിം അന്നഹു ലൈസ ലഹു ദാലിക, ഫുഖഹായിന്റെ കലാമ് തേടുന്നത് ഓനക്കത് പാടില്ല എന്നാണ്. ഇതിൽ ഫർളു ഹുവൽ ഊല, ഫർളായത് ഒന്നാമത്തേതാണ്, ഫൽ മുആദത്തു ഫാദിലത്തുൻ, മടക്കപ്പെട്ട നമസ്കാരം അത് സുന്നത്താണ്, അതിലേക്ക് ജംഇനെ കരുതാൻ പാടില്ല എന്നാണ് ഫതാവൽ കുബറ 1/231
ഇബ്നു ഹജർ റഹിമഹുല്ലാ നൽകിയ മറുപടി. ബിഗിയ 70 കാണാം സല്ലല്ലാഹുറ സുമ്മ ആഅദഹ മഅ ജമാഅത്തി. ഒരാൾ ളുഹറിനെ നമസ്കരിച്ചു, പിന്നെ അവൻ അതിനെ ജമാഅത്തോടുകൂടെ മടക്കി നിർവഹിച്ചാൽ ജാസ തഖ്ദീമുൽ അസ്രി മഅഹ ഹീന ഈദിൻ. ഈ സന്ദർഭത്തിൽ അതോടുകൂടെ അസറിനെ മുന്തിച്ച് ജമാക്കൽ അനുവദനീയമാണ്. ബിശർത്തിഹി, മറ്റുള്ള ഷർത്തുകളൊക്കെ ജമാക്കിന്റെ മറ്റു ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് ജമാക്കാം. ഖാലഹു അബ്ദുല്ലാഹിബ്നു അഹ്മദ് മഖ്റമ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അഹ്മദ് മഖ്റമ എന്ന ഇമാം അവറുകൾ ഇത് ഇങ്ങനെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന വഖാലഫഹു ഇബ്നു ഹജറിൻ, ഇബ്നു ഹജർ തങ്ങൾ ഇതിനോട് എതിരാണ്. ഫറജ്ജഹ അദ്മൽ ജവാസി, ജായിസ് അല്ല എന്നതിനെയാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാ പ്രബലമാക്കിയിട്ടുള്ളത് എന്ന് ബിഗിയ 70 കാണാം. അപ്പോ ഇങ്ങനെയും ഒരു അഭിപ്രായമുണ്ട്, ജമാഅത്തായിട്ട് മടക്കി അതിലേക്ക് മുന്തിച്ച് ജംആക്കാം എന്ന്. അതും ഒരു അവശ്യ ഘട്ടത്തിൽ നമുക്ക് അവലംബിക്കാവുന്ന വീക്ഷണവുമാണ്.